ഉപകാരം ചെയ്തു കൊള്ളുക നീ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാ അനുശോചനം പറയണമെന്ന് പറഞ്ഞത്. ചെറുപ്പകാലം മുതലേ ഞങ്ങളൊരു വീട് പോലെ കഴിഞ്ഞിരുന്നവരാ. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ പൊടിച്ചാന്ന് വിളിച്ച് കൂടെ നടന്നിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ വന്ന് സംബന്ധിക്കുകയും സഹകരിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ മൂത്ത പെങ്ങൾ ഞങ്ങളുടെ ഇടവകയിലാണ്. ആ കുടുംബം ഞങ്ങളുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അച്ഛൻ്റെ ആത്മാവ് നിത്യതയിലുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അച്ഛനോടുള്ള ആദരസൂചകമായി റീത്ത് സമർപ്പിച്ചു. പ്രിയ അച്ഛനുമായുള്ള സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും അച്ഛനുമായി പരിചയപ്പെടുന്നത്. അച്ഛൻ്റെ സഹോദരന് എൻ്റെ അമ്മാച്ചൻ്റെ കൂടെ ജോലിയാണ്. അപ്പൊ അന്ന് മുതൽ ഈ കുടുംബവുമായുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിഞ്ഞാൽ കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു 10 ദിവസത്തിന് മുമ്പ് കൊച്ചമ്മയും അച്ഛനും നമ്മുടെ യൂണിവേഴ്സിറ്റിനും നമ്മുടെ അല്ലെങ്കിൽ VS യൂണിവേഴ്സിറ്റിനും കൂടെ ഞാൻ താമസിക്കുന്ന വീടിന്റെ വാദത്തിൽ വന്നു. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞു നിർബന്ധിച്ച് പറഞ്ഞു ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പിന്നൊരിക്കൽ വരാം. പിന്നൊരിക്കൽ വരാമെന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് പോയി ആരോ കഴിഞ്ഞാണ് ഇത് വരുന്നത്. അപ്പൊ ഞാനുള്ള തമാശ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴിറങ്ങുകയാണെങ്കിൽ എനിക്ക് ലാഭകരമാണ് എന്ന് പറഞ്ഞു. ഇനിയൊരിക്കൽ വരാം എന്ന് പറഞ്ഞു പോയി. അച്ഛൻ്റെ ഈ ദേവാവിഗ്രഹത്തിലുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ വളരെ വേദനകരമായിട്ടാണ് ഞാനത് കേട്ടത്. കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു വിവരം അറിയില്ല. ഞാൻ പറഞ്ഞറിഞ്ഞു ഞങ്ങൾ വരും. എൻ്റെ ഉരുമൂട് ഇടവയില് എൻ്റെ പെങ്ങളുടെ ഇടവ അംഗമായിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലാണ് ഇവരെല്ലാം അച്ഛനും എൻ്റെ സഹോദരികളും ഒക്കെ കഴിഞ്ഞുള്ളൂ. എന്നാൽ ലോകത്തിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ കേട്ട തിരുവചനങ്ങൾ ഇപ്രകാരമാണ്. ഈ ലോകത്തിൽ കഷ്ടമാണ്, പ്രയാസമാണ്, ദുഃഖങ്ങളാണ്. അച്ഛൻ്റെ കഴിഞ്ഞ കാലങ്ങളുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ റാന്നി അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെയും അച്ഛൻ്റെ ക്രമീകരണത്തിലാണ് ചെയ്തത്. നിരവധി ദേവാലയങ്ങൾ പണിയുവാനും അതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളിലാണെങ്കിലും ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും